ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിന്ന് നാട്ടിൽ പോകുന്നതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയതാട്ടോ. അലിക്കുട്ടൻ ബാക്കിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങിയെങ്കിലും നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ഇതുവഴി പോയപ്പോൾ നമ്മൾ ഷോപ്പ് എത്തുമായിരുന്നു കേട്ടോ. അത് ഇന്ന് അലിക്കുട്ടനാണെങ്കിൽ തീരെ ഒരു ഉഷാറില്ല കേട്ടോ കൂടെ വരാനായിട്ടാണെങ്കിലും. പിന്നെ നമുക്കിന്ന് പോയേ പറ്റൂ, അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈകിയാണ് നമ്മൾ എത്തിയതും. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ അലിക്കുട്ടന് വയ്യായിരുന്നു. ഗൈസ്, എൻ്റെ അലിക്കുട്ടന് ഛർദ്ദിക്കാൻ വന്നു കേട്ടോ. ഞങ്ങളിവിടെ കവറൊക്കെ ഇട്ടിരിക്കുക. ഇപ്പം ഛർദ്ദിക്കും എന്ന് പറഞ്ഞിരിക്കുക. അലിക്കുട്ട സൈഡായി. അലിക്കുട്ട കുഴഞ്ഞു. കുറേ ദിവസം കൊണ്ട് പുറത്തിറങ്ങാത്തോട്ടാന്ന് തോന്നുന്നു അലിക്കുട്ടന് ഛർദിലൊക്കെ വന്നു. അലി അങ്ങനെ ആകെ ക്ഷീണിച്ച് കിടക്കുവാണ്. പാവം കേട്ടോ, അലിക്കുട്ടൻ നല്ല ക്ഷീണിച്ച് കടന്നു വന്നു. നല്ല ക്ഷീണമുള്ളത് കൊണ്ടാണ് ആൾ കടന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ ഷോപ്പ് എത്തി കേട്ടോ. അങ്ങനെ ഷോപ്പിൽ വന്ന് നമ്മൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. ഈ പാത്രമൊക്കെ കണ്ടു, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ സ്വീറ്റ്സ് വാങ്ങാനാട്ടോ മെയിനായിട്ട് വന്നത്. അലിക്കുട്ടൻ്റെ പർച്ചേസിങ് കാര്യങ്ങളായിട്ടോ കേട്ടോ അലിക്കുട്ടൻ നടക്കുന്നത്. പിന്നെ അലിക്കുട്ടൻ ലാസ്റ്റ് ഇത് ഈ മുട്ടായിലാട്ടോ ഒതുക്കിയത്. വേറെ കുറേയൊക്കെ അവൻ നോക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു. പിന്നെ ഇതാട്ടോ, ഇത് ലിപ്സ്റ്റിക്കാട്ടോ. എനിക്ക് വേണ്ടുന്ന ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ എടുത്തില്ല. പക്ഷേ പിന്നെ നമ്മൾ അബായ സെക്ഷനിലാട്ടോ കേട്ടോ. അങ്ങനെ അബായ നോക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനൊക്കെ. പിന്നെ ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ച് നോക്കിയതുകൊണ്ട് അറബിക് അബായ കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചത് കൊണ്ട് നല്ല രസമായിട്ട് ഒരു നൈറ്റ് ഫങ്ഷനൊക്കെ നല്ലതാണ്. പിന്നെ എനിക്ക് ഈ ചെരുപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എൻ്റെ സൈസിനുള്ളത് കിട്ടിയില്ല. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഈ ഷോപ്പിൽ വന്നിട്ട് ഈ ചെരുപ്പിൻ്റെ കളക്ഷൻ നോക്കുന്നത്. പക്ഷേ എൻ്റെ സൈസിന് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ക്ലോക്സ് വാങ്ങിക്കാനാണ് നമ്മൾ നോക്കിയത്. ക്ലോക്സും എൻ്റെ സൈസിന് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കിട്ടിയ ഒരു ചെരുപ്പാട്ടോ എടുത്തത്. പിന്നെ ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഈ ബാഗിൻ്റെ കളക്ഷൻ തന്നെ കണ്ടിട്ട് എൻ്റെ കിളി പറന്നെന്ന് വേണമെങ്കിൽ പറയാം. അതിനിടയ്ക്ക് അലിക്കുട്ടനും കുറേ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അവനെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ ബാഗ് കണ്ട് നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊക്കെ. അങ്ങനെ കറങ്ങി നടന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ നമ്മൾ ബില്ലടിക്കാനായിട്ട് താഴോട്ട് പോയി കേട്ടോ. അങ്ങനെ ബില്ലടിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴുണ്ട് അലിക്കുട്ടന് നല്ല പിണക്കത്തിലാണ്. അലിക്ക് അവൻ പറഞ്ഞ് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ പിണക്കത്തിലാണ്. അപ്പോൾ ഞാൻ അതാട്ടോ ചോദിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ റൂമിലോട്ടാണ് ഫുഡ് വാങ്ങിച്ചാട്ടോ റൂമിലേക്ക് പോയത്. അപ്പോൾ ഇക്കായും അലിക്കുട്ടനും കൂടി ഫുഡ് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിളിച്ചത് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന്. എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിപ്പം ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇപ്പം എങ്ങനെയാ വീഡിയോ എടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങോട്ടാണ് നോക്കട്ടെന്ന് അറിയാൻ വയ്യ. ഞാൻ അറിയാണ്ട് സ്ക്രീനിലോട്ടൊക്കെ നോക്കിയപ്പോൾ ക്യാമറയിലോട്ട് നോക്കണ്ടതെന്ന് അറിയാം. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഓർക്കാതെ സ്ക്രീനിലോട്ടൊക്കെ നോക്കി പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ചിങ്ങനെ ഇപ്പോൾ പഠിച്ചൊക്കെ എടുക്കും. ഇപ്പം നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇക്കായും അലിക്കുട്ടനും കൂടി ഫുഡ് വാങ്ങിക്കാൻ പോയേക്കുക. അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ അഞ്ചരയുടെ ഇടയിൽ പോയി നമ്മൾ എനിക്ക് ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് അത്യാവശ്യം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ശനിയാഴ്ച പോവുമല്ലോ, ശനിയാഴ്ച നാട്ടിലോട്ട് പോവുക. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പം നമ്മൾ നേരെ റൂമിലോട്ടാണ് പോണേ. ഇപ്പം അലിക്കുട്ടനും ഇക്കായും കൂടി ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഫുഡ് വാങ്ങിച്ച് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഒത്തേമിലൊന്ന് കയറി അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ടായിരിക്കും പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയുടെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ, നിങ്ങൾ സഹകരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു.